നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത ഇതിനു മുമ്പ് കണ്ട വീഡിയോൻ്റെ തുടർച്ചയായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഇതിനു മുമ്പ് ക്വസ്റ്റ്യൻ കണ്ടതിൽ ഇതേ ക്വസ്റ്റ്യൻ്റെ തന്നെ സ്ക്രീനിൽ കാണുന്ന ക്വസ്റ്റ്യനിൽ ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ ഗുഡ്വിൽ കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അതിൽ ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ നമ്മൾ ഇതേ ക്വസ്റ്റ്യനിൽ ഗുഡ്വിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇനി നോക്കുന്നത് ഇതേ ക്വസ്റ്റ്യനിൽ തന്നെ ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് ചെയ്താൽ നമുക്ക് എങ്ങനെയാണ് ഗുഡ്വിൽ കണ്ടെത്താൻ കഴിയുക. അപ്പോൾ ഇവിടെ ക്യാപിറ്റലൈസ് ചെയ്യേണ്ടത് സൂപ്പർ പ്രോഫിറ്റിനെയാണ്. നമ്മൾ കഴിഞ്ഞ മെത്തേഡിൽ ക്യാപിറ്റലൈസ് ചെയ്തത് ആവറേജ് പ്രോഫിറ്റിനെയാണെങ്കിൽ ഇവിടെ ക്യാപിറ്റലൈസ് ചെയ്യേണ്ടത് സൂപ്പർ പ്രോഫിറ്റിനെയാണ്. കഴിഞ്ഞ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ആവറേജ് പ്രോഫിറ്റ് 1,00,000 രൂപ, പിന്നെ നമ്മുടെ അസറ്റ് 10 ലക്ഷം, ലയബിലിറ്റീസ് 1,80,000, നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 10%. ഇത്രയേ തന്നിട്ടുള്ളൂ. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു. ആവറേജ് പ്രോഫിറ്റ് 1,00,000 രൂപ, അസറ്റ് 10 ലക്ഷം, ലയബിലിറ്റീസ് 1,80,000, റേറ്റ് ഓഫ് റിട്ടേൺ 10%. അപ്പോൾ നമുക്കിനി നോക്കുന്നത് എങ്ങനെയാണ് ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിലൂടെ നമ്മൾ എന്ത് കണ്ടെത്തുക, നമ്മൾ ഗുഡ്വിൽ കണ്ടെത്തുക. ഇപ്പോൾ ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് വേണം, സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെയാണ് സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഗുഡ്വിലിൻ്റെ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് അവിടെ സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിച്ചത്? എന്താണ് സൂപ്പർ പ്രോഫിറ്റ്? ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്, അതാണ് സൂപ്പർ പ്രോഫിറ്റ്. ഇപ്പോൾ നമുക്കിവിടെ രണ്ട് കാര്യങ്ങൾ വേണം. ആദ്യം ആവറേജ് പ്രോഫിറ്റ് വേണം, രണ്ടാമത് നോർമൽ പ്രോഫിറ്റ് വേണം. ആവറേജ് പ്രോഫിറ്റിൽ നിന്നും നോർമൽ പ്രോഫിറ്റ് മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് സൂപ്പർ പ്രോഫിറ്റ്. അത് കണ്ടെത്തി അതിനെ ക്യാപിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ആണ് നമുക്കിവിടെ ഗുഡ്വിൽ. സൂപ്പർ പ്രോഫിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആയിരിക്കും നമ്മുടെ ഗുഡ്വിൽ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് സൂപ്പർ പ്രോഫിറ്റാണ് കണ്ടെത്തേണ്ടത്. സൂപ്പർ പ്രോഫിറ്റ് കണ്ടെത്താൻ നമുക്ക് ആദ്യം വേണ്ടത് ആവറേജ് പ്രോഫിറ്റാണ്. രണ്ടാമത് വേണ്ടത് നോർമൽ പ്രോഫിറ്റാണ്. അപ്പോൾ എങ്ങനെയാണ് നോർമൽ പ്രോഫിറ്റ് കണ്ടെത്തുക? അതിൻ്റെ ഫോർമുല നമ്മുടെ സ്ക്രീനിലുണ്ട്. ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഡിവൈഡഡ് ബൈ 100. ക്യാപിറ്റൽ ഇൻറ്റു റേറ്റ് ഓഫ് റിട്ടേൺ ഡിവൈഡഡ് 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുക, നോർമൽ പ്രോഫിറ്റ്. ഓക്കെ, നമുക്കിവിടെ എന്ത് ചെയ്തിട്ടില്ല, നമുക്കിവിടെ ക്യാപിറ്റൽ ഡയറക്റ്റായിട്ട് തന്നിട്ടില്ല. പക്ഷേ നമ്മൾ കഴിഞ്ഞ മെത്തേഡിൽ ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റലിൻ്റെ എമൗണ്ട് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 10 ലക്ഷം മൈനസ് 1,20,000, 1,80,000 ചെയ്ത സമയത്ത് 8,20,000 ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ മെത്തേഡിൽ തൊട്ട് മുമ്പ് ചെയ്ത മെത്തേഡിൽ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതേ ക്യാപിറ്റലിൻ്റെ കാൽക്കുലേഷൻ ഇവിടെ വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അതേ ക്വസ്റ്റ്യൻ്റെ തന്നെ അടുത്തൊരു സെക്ഷനായിട്ട് ഈ ഹെഡിങ് മാത്രം മാറ്റി എഴുതിയിട്ട് ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി, അപ്പോൾ അതേ ക്യാപിറ്റൽ നമ്മളിവിടെ ഉപയോഗിക്കാം. ക്യാപിറ്റൽ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിച്ച അതേ എമൗണ്ട് 8,20,000 ഇൻറ്റു റേറ്റ് ഇവിടെ തന്നിരിക്കുന്നത് 10% 10 ഡിവൈഡഡ് ബൈ 100, 82,000 നമുക്കിവിടെ നോർമൽ പ്രോഫിറ്റ്. നമ്മുടെ നോർമൽ പ്രോഫിറ്റ് കിട്ടുന്നത് 82,000. അപ്പോൾ നമുക്കിവിടെ രണ്ട് കാര്യങ്ങൾ കിട്ടി. ആവറേജ് പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, അത് കണ്ടെത്തി, അത് നമ്മൾ എടുത്തെഴുതി. നോർമൽ പ്രോഫിറ്റ് കണ്ടെത്താൻ ക്യാപിറ്റൽ ഇൻറ്റു റേറ്റ് ബൈ 100. ക്യാപിറ്റൽ നമ്മൾ കഴിഞ്ഞ മെത്തേഡിൽ കണ്ടുപിടിച്ച അതേ എമൗണ്ട് തന്നെയാണ്. 8,20,000 ഇൻറ്റു 10/100, 82,000 നോർമൽ പ്രോഫിറ്റ് കണ്ടെത്തി. നമുക്ക് ഇനി നെക്സ്റ്റ് കണ്ടെത്തേണ്ടത് സൂപ്പർ പ്രോഫിറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ സൂപ്പർ പ്രോഫിറ്റ് കണ്ടെത്തിയ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. സൂപ്പർ പ്രോഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. ഇപ്പോൾ സൂപ്പർ പ്രോഫിറ്റിൻ്റെ ഫോർമുലയാണ് ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. ആവറേജ് പ്രോഫിറ്റ് 1,00,000, നോർമൽ പ്രോഫിറ്റ് 82,000. അപ്പോൾ 1,00,000 മൈനസ് 82,000. സൂപ്പർ പ്രോഫിറ്റ് കിട്ടുന്നത് 1,00,000 മൈനസ് 82,000 18,000. അപ്പോൾ നമുക്കിവിടെ മൂന്ന് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആവറേജ് പ്രോഫിറ്റ് കിട്ടി, നോർമൽ പ്രോഫിറ്റ് കിട്ടി. അത് രണ്ടിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടെത്തി, സൂപ്പർ പ്രോഫിറ്റ് കണ്ടെത്തി. ഇനി നമുക്കിതിന് സൂപ്പർ പ്രോഫിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ആണ് ഗുഡ്വിൽ. അപ്പോൾ ഗുഡ്വിൽ ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. അപ്പോൾ 100 ഡിവൈഡഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ അത് കണ്ടുപിടിക്കുന്നതിന് പറയുന്ന പേരാണ് ക്യാപിറ്റലൈസേഷൻ. 100 ഡിവൈഡഡ് ബൈ റേറ്റ് ഓഫ് റിട്ടേൺ ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് ക്യാപിറ്റലൈസേഷൻ. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ആണ് നമുക്കിവിടെ ഗുഡ്വിൽ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സൂപ്പർ പ്രോഫിറ്റ് 18,000 18,000 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 10. 18,000 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 10 ചെയ്ത് കഴിഞ്ഞാൽ 1,80,000. അപ്പോൾ നമുക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിലും
നമ്മൾ ഗുഡ് വില്ല് കണ്ടുപിടിച്ചത് 1,80,000 തന്നെയാണ്. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ നമുക്ക് കിട്ടിയ എമൗണ്ട് 1,80,000 തന്നെയാണ്. അപ്പോൾ ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് എന്ന് മാത്രം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 2 മെത്തേഡിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് സൗകര്യമുള്ളത് അത് സെലക്ട് ചെയ്യാം. പക്ഷേ പ്രത്യേകിച്ച് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡെന്നോ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡെന്നോ നമുക്ക് ക്വസ്റ്റ്യനിൽ പറയുകയാണെങ്കിൽ അതനുസരിച്ച് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ക്യാപിറ്റലൈസേഷൻ മെത്തേഡിലുള്ള ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റും ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റും രണ്ടും നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ആവറേജ് പ്രോഫിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്തിട്ട് അതിൽ നിന്നും ഗുഡ് വില്ല് കണ്ടുപിടിക്കുന്ന വഴിയും സൂപ്പർ പ്രോഫിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്ത് ഗുഡ് വില്ല് കണ്ടെത്തുന്ന വഴിയും രണ്ടും നമുക്ക് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കണം. അപ്പോൾ ഇതാണ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ ആവറേജ് പ്രോഫിറ്റിൻ്റെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കി. ഇതിൽ നമ്മൾ നോക്കിയത് സൂപ്പർ പ്രോഫിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻ്റെ തന്നെ മറ്റൊരു ഭാഗമായിട്ട് എന്ത് ചെയ്യുക, ഈ ആൻസറും കൂടി എഴുതിയെടുക്കുക.